പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ 5 നമ്മുടെ പരിസ്ഥിതി മലിനീമസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നടത്തേണ്ടത്. പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, അല്ലേ? പ്രകൃതി അമ്മയാണ്, നമുക്കെല്ലാം പ്രകൃതി തരുന്നുണ്ട്. അപ്പോൾ ആ അമ്മയോട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയെ സംരക്ഷിക്കേണ്ട കടമയും നമുക്കുണ്ടല്ലേ. അപ്പോൾ പ്രകൃതിയിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പ്രകൃതി നശിപ്പിക്കാതിരിക്കുക, പരിസ്ഥിതിയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് വയ്ക്കുക. ഒരു മരം വെട്ടേണ്ട സാഹചര്യം വന്നാൽ വേറൊരു തൈ വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി സംരക്ഷണം, നദികൾ നശിപ്പിക്കാതിരിക്കുക, കുളങ്ങളും കാവുകളും ഒക്കെ സംരക്ഷിക്കുക, കാടിനെ നശിപ്പിക്കാതിരിക്കുക, പുഴകളും മലകളും ഭുവനങ്ങളും എല്ലാം സംരക്ഷിക്കുക, അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുക, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇന്നല്ല എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് ഒരു ദിവസം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇന്നോടുകൂടി നിർത്തരുത്. ഇത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രകൃതി ശുദ്ധീകരണം, പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങൾ എന്നും നമ്മൾ ചെയ്യണം. ഇന്നതൊരു ഓർമ്മപ്പെടുത്തൽ ദിനം മാത്രമാണ്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇന്ന് പറയാനുള്ളത്, ഇതിലൊക്കെ ഉപരിയായിട്ട് വായുവും വെള്ളവും ഒക്കെ ശുദ്ധമാക്കുന്നതും, ശുദ്ധവായുവും ശുദ്ധവെള്ളവും ശുദ്ധമായ ജലവും ലഭിക്കുന്നതിനോടൊപ്പം തന്നെ, അതിനുള്ള സാഹചര്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധ വലിയ വലിയ ആപത്തുകൾ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ചില സംഗതികളും കൂടെ നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ് കേട്ടോ. അതായത് നമ്മൾ വാഹനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ചില ആളുകൾ അതിലിരുന്ന് കഴിക്കുന്ന പഴങ്ങളും തൊലിയും മറ്റുമൊക്കെ കാറിലിരുന്നുകൊണ്ട് തന്നെ കാറിൻ്റെ ഗ്ലാസ് താത്തിയിട്ട് അതിൽ നിന്ന് വലിച്ച് റോഡിലേക്ക് എറിയും. എത്ര ഗുരുതരമായൊരു പ്രവൃത്തിയാണിതെന്നറിയാമോ? ഈ കാറിലിരുന്ന് കഴിക്കുന്ന പഴങ്ങളുടെയൊക്കെ തൊലികൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് അത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് വീട്ടിലെത്തുമ്പം അത് സംസ്കരിച്ചുകൂടെ? അതിന് പകരം ഇത് റോഡിലേക്ക് വലിച്ചെറിയുക. പിന്നാലെ വരുന്ന വാഹനങ്ങൾ സ്ലിപ്പ് ചെയ്യാനും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരാളുടെ ജീവൻ പൊലിയാനും ഉള്ള അവസരമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ ആപത്താണ് വിളിച്ചു വരുത്തുന്നത്. നമുക്കല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹജീവികളല്ലേ അത്. അപ്പോൾ പിന്നെ അതുപോലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കുടിച്ച കുപ്പികളൊക്കെ പാളത്തിലേക്ക് വലിച്ചെറിയും. നോക്കൂ, ഒരു കുപ്പി അവിടെ കിടന്നാൽ മതി പാളത്തിൽ. ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ട്രെയിൻ പാളം തെറ്റിയാൽ എത്ര പേരുടെ ജീവനാണ് പൊലിയുന്നത്, എത്ര ജീവനാണ് പൊലിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഏത് വാഹനവും ആയിക്കോട്ടെ, ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പഴത്തൊലിയോ പ്ലാസ്റ്റിക് കുപ്പിയോ ഒന്നും പുറത്തേക്ക് വലിച്ചെറിയരുത്. പിന്നെ ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാം വായിച്ചൊരു ന്യൂസല്ലേ, ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ഒരു കുടുംബം കരിക്ക് വാങ്ങിച്ച് കാറിൽ വെച്ചിട്ട് അവർ യാത്ര തുടർന്നു. ഈ കരിക്ക് കഴിച്ചു കഴിഞ്ഞ് അവർ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഇളനീര് കുടിച്ചിട്ട് നാളികേരം അങ്ങനെ വലിച്ച് എറിഞ്ഞു പുറത്തേക്ക്. നേരെ വന്ന ഒരു ബൈക്ക് യാത്രക്കാരനായ പയ്യൻ, അത് ഒരേ ഒരു മകൻ, ഒന്നല്ല 10,000 മക്കളാ, ജീവനാ. ഒരേ ഒരു പയ്യന് എൻ്റെ ബൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതാകുന്നു കുട്ടികളെ. ഒരേ ഒരു പയ്യൻ, ആ കുട്ടി കുറേ ദിവസം കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവൻ മരിക്കാനിടയായി. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ അവൻ ജീവനോട് മല്ലടിച്ച് ആ കുട്ടി ഒരുപാട് ദിവസം കിടന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ കരിക്ക് വലിച്ചെറിഞ്ഞില്ലേ, ആ എറിഞ്ഞ ആളൊന്നും പറഞ്ഞില്ല, അയാളങ്ങ് പോവുകയും ചെയ്തു. ഈ പയ്യൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നിട്ട് പോലും ആ ഹെൽമെറ്റിനെയും തട്ടിയിട്ട് അവന് നിലത്തേക്ക് വീണു. ആ കുട്ടി അന്നേരം മരിച്ചില്ല. ഗുരുതരമായ പരിക്കുകളോടെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കുട്ടി മരിച്ചു പാവും. കരിക്ക് വലിച്ച്, വെള്ളം കുടിച്ചിട്ട് കരിക്ക് വലിച്ച് കാറിൻ്റെ ഡോറിൽ കൂടെ എറിഞ്ഞിരിക്കുക. ഇതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ അശ്രദ്ധകളല്ലേ മറ്റൊരാളിന് ആപത്തായിട്ട് മാറുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് അതൊരു വല്ലാത്ത സങ്കടം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത് സൈക്കിൾ യാത്രക്കാരും ഒക്കെ സ്ലിപ്പ് ചെയ്ത് വീഴും. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് പഴങ്ങൾ കഴിക്കുകയാണെങ്കിലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിലും അതൊന്നും വെളിയിലോട്ട് വലിച്ചെറിയരുത്. നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധ വലിയ ആപത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകും. പിന്നെ ഈ പ്രകൃതി
പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ജീവൻ പോലെ വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെയും ജീവൻ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് ഹാനി വരുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഇന്ന് നിങ്ങൾ എടുക്കണം. നിങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇന്ന് ജൂൺ 5 മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി ശ്രദ്ധിക്കണം. എല്ലാവരും നമ്മുടെ അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കുക, അമ്മയെ സ്നേഹിക്കുക, അമ്മയുടെ നിലനിൽപ്പിനായിട്ട് നമ്മൾ പ്രയത്നിക്കുക. ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. താങ്ക് യു സോ മച്ച്.